Hello students. ഇന്ന് നമ്മൾ 10th മാത്സിലെ 5th ചാപ്റ്ററായ ട്രിഗണോമെട്രി എന്ന പാഠമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തുടക്ക ഭാഗം നമ്മൾ 9ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്, രണ്ട് ട്രയാങ്കിൾസിന്റെ റേഷ്യോസ്. ഓക്കേ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ ABC is a right angle triangle. അപ്പോൾ ഇതിന്റെ വൺ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു, കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. ആംഗിൾ B is equal to 45 ഡിഗ്രി, ആംഗിൾ C is equal to 45 ഡിഗ്രി. അപ്പോൾ അതുപോലെ തന്നെ AB is equal to 3 സെന്റിമീറ്റർ. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ B is equal to ആംഗിൾ C is equal to 45 ഡിഗ്രി. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ അത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ AB is equal to AC is equal to 3 സെന്റിമീറ്റർ. അപ്പോൾ എഴുതുകയാണ്, AB is equal to 3 സെന്റിമീറ്റർ, AC is equal to 3 സെന്റിമീറ്റർ. എന്നാൽ BC കണ്ടുപിടിക്കണം. BC എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചോളം ഇത് BC is a ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിക്കുക? നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറിയുടെ അപ്ലൈ ചെയ്യാം. BC is equal to ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ, കാരണം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, that is equal to root of 3 square plus 3 square, that is equal to root of. അപ്പോൾ ഇവിടെ രണ്ട് റൂട്ട് 3 സ്ക്വയർ ഉണ്ട്. അപ്പം ഇതിനെ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിനെ 2 into 3 സ്ക്വയർ എന്ന് എടുത്താലോ? 2 into 3 സ്ക്വയർ, that is equal to root of 2 into 9. അപ്പോൾ 2 into 9 ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 2ന്റെ റൂട്ട് എടുക്കണം, 9ന്റെ റൂട്ട് എടുക്കണം. അപ്പോൾ 9ന്റെ റൂട്ട് നമുക്ക് ഫസ്റ്റ് എടുക്കാം. റൂട്ട് ഓഫ് 9 എത്രയാണ്? 3. റൂട്ട് ഓഫ് 2 is √2. അപ്പോൾ 3 √2 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 3 √2 സെന്റിമീറ്റർ വന്നു. അപ്പോൾ AB is equal to 3 സെന്റിമീറ്റർ, AC is equal to 3 സെന്റിമീറ്റർ, BC is equal to 3 √2 സെന്റിമീറ്റർ. കാരണം എന്താണ്? ഇവിടെ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ is equal to 2 into 3 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ എന്താണ്? 9 ആണ്. സോ റൂട്ട് ഓഫ് 2 into 9, ആദ്യമേ 9ന്റെ റൂട്ട് എടുത്തു, അപ്പോൾ 3, 2ന്റെ റൂട്ട് എടുത്തു, √2. സോ 3 √2 സെന്റിമീറ്റർ. അപ്പോൾ AB is equal to 3 സെന്റിമീറ്റർ, AC is equal to 3 സെന്റിമീറ്റർ, BC is equal to 3 √2 സെന്റിമീറ്റർ. അപ്പോൾ ഈ മൂന്ന് സൈഡ്സിന്റെ റേഷ്യോ എടുക്കുകയാണ്. സോ AB is to AC is to BC, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ AB is equal to 3 സെന്റിമീറ്റർ. സോ 3 is to AC is also 3 സെന്റിമീറ്റർ. 3 is to BC എന്താണ്? ഹൈപ്പോട്ടന്യൂസ് 3 √2. അപ്പോൾ ഇത് റേഷ്യോ എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും സ്മാളസ്റ്റ് ഫോം ആണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാത്തിലും 3 ഉണ്ട്. അപ്പോൾ സോ 3 ഉണ്ട്, എല്ലാത്തിനെ ഡിവൈഡ് ചെയ്യണം. സോ 1 is to √2. സോ ഇതിന്റെ റേഷ്യോ 1 is to √2. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇത് ABC എന്ന് പേരും എടുത്തു. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ BC is equal to root of 2 into 5 സ്ക്വയർ. നമ്മൾ നേരിട്ട് അങ്ങ് എഴുതി. 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്താണ്? 2 into 5 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് root of 2 into 25. അപ്പോൾ ഫസ്റ്റ് 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ 25ന്റെ റൂട്ട് 5, 2ന്റെ റൂട്ട് √2. സോ 5 √2 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 5 √2 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്റെയും റേഷ്യോ എടുക്കുകയാണ്. AB is to AC is to BC, that is equal to 5 is to
5/5 ഇതിനെ കോമൺ ആയിട്ട് എല്ലാവരും 5 ഉണ്ട്, അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുകയാണ്. സോ ഇവിടെയും 1:1:√2. നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ്. 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. അപ്പം നമ്മൾ എത്ര ട്രയാങ്കിൾ എടുത്താലും അതിന് ആൾജിബ്രിക് ഒരു പ്രൂഫ് വേണം. അതിനൊരു പ്രൂഫ് വേണം. ആൾജിബ്രയിൽ നമ്മൾ തെളിയിക്കണം. അപ്പോൾ ABC ഈസ് എക്സ്, സോ ഇതും എക്സ് ആയിരിക്കും. സോ BC ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറി അപ്ലൈ ചെയ്യാം. x² പ്ലസ് x², ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ 2 into x², റൂട്ട് ഓഫ് 2 into x². അപ്പോൾ x²ന്റെ റൂട്ട് എന്താണ്? x²ന്റെ റൂട്ട് ഈസ് എക്സ്, കാരണം x into x അല്ല x². സോ x²ന്റെ റൂട്ട് എടുക്കണം. അപ്പൊ എക്സ്. 2ന്റെ റൂട്ടോ 2 ന്റെ റൂട്ട്. സോ x√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇത് x√2 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x√2. ഇത് കോമൺ ആയിട്ട് x ഉണ്ട്. സോ x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1:1:√2 എന്ന് കിട്ടും. സോ ഇത് ആൾജിബ്രിക് ആയിട്ട് ഇത് പ്രൂഫാണ്. അപ്പോൾ ഇത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും 1:1:√2 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇതിന്റെ റേഷ്യോ നമ്മൾ കാണണ്ട. അപ്പോൾ നമുക്ക് ഇതേ ട്രയാങ്കിൾ തന്നെ, ഇത് 3 സെന്റിമീറ്റർ, ഇതേ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഇപ്പുറത്തോട്ട് ചേർത്ത് വയ്ക്കാം. ഇത് 90 ഡിഗ്രി, ഇത് തിരിച്ചല്ല വരച്ചേക്കുന്നത്. അപ്പൊ ഇത് 60 ഡിഗ്രി, അപ്പൊ ഇത് 30 ഡിഗ്രി. അപ്പൊ ഇതിന് വല്ല പ്രത്യേകത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് D എന്ന് പേര് കൊടുക്കുക വെർട്ടെക്സിന്. അപ്പോൾ ട്രയാങ്കിൾ BCD അതിന്റെ ആംഗിൾ D ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ B ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ C വരുമ്പോഴോ 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി, ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിൾ BCD ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, കാരണം 3 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് അതെല്ലാം അറിയാലോ, സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, കാരണം ഇത് തന്നെയല്ലേ നമ്മൾ ഇങ്ങോട്ട് വെച്ചത്. അപ്പോ ഇത് മൊത്തം BD ഈസ് ഈക്വൽ ടു DC ഈസ് ഈക്വൽ ടു BC ആയിരിക്കും. അപ്പോൾ BD 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ BC 6 സെന്റിമീറ്റർ ആയി, AB 3 സെന്റിമീറ്റർ ആയി. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ABC നമുക്ക് കൺസിഡർ ചെയ്യാം. AB ബേസ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് AC ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചൂടെ? AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത്? ഹൈപ്പോട്ടന്യൂസ് മൈനസ് ബേസ് സ്ക്വയർ. സോ 6² മൈനസ് 3². ഇത് ഐഡന്റിറ്റി വെച്ച് നമുക്ക് സോൾവ് ചെയ്യാലോ. A² മൈനസ് B², ദാറ്റ് ഈസ് A പ്ലസ് B ഇൻറ്റു A മൈനസ് B. സോ റൂട്ട് ഓഫ് 6 പ്ലസ് 3 ഇൻറ്റു 6 മൈനസ് 3. നമുക്ക് നേരിട്ടും അല്ലാതെ ചെയ്യാം, പക്ഷെ ഇത് വേറെ മറ്റൊരു രീതി. ഇപ്പോൾ റൂട്ട് ഓഫ് 6 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 6 മൈനസ് 3, ദാറ്റ് ഈസ് 3. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 9ന്റെ റൂട്ട് എടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അത് കിടക്കുന്ന 2 എണ്ണത്തിൻ്റെ റൂട്ട് എടുക്കുക. സോ റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 3. റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് 3, ദാറ്റ് ഈസ് റൂട്ട് 3 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 3√3 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുക്കുകയാണ്. AB ഈസ് ടു AC ഈസ് ടു BC. അതാണ് നമ്മൾ റേഷ്യോ എടുക്കേണ്ടത്. AB ഈസ് ഈക്വൽ ടു, അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. AB എന്ന് പറയുന്നത് എന്താണ്? 3 ഈസ് ടു ACO 3√3 ഈസ് ടു
ബി സി എന്താണ് 6 ആണ്. അപ്പൊ ഇത് കോമൺ ആയിട്ട് 3 ഉണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 1 കിട്ടും, ഇവിടെ √3 കിട്ടും, ഇവിടെ 2 കിട്ടും. സോ ഇവിടുത്തെ റേഷ്യോ എന്ത് കിട്ടി? 1:√3:2 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ആൾജിബ്രയിൽ നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പൊ ബി ഡി ഈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും എക്സ് ആയിരിക്കും. കാരണം ഇത് തന്നെ നമ്മൾ തിരിച്ചു വെച്ചു, നേരത്തെ ചെയ്ത് അതേ രീതിയിൽ. അപ്പൊ ഇത് 60 ഡിഗ്രി. അപ്പോ ഇത് എക്സ്, ഇത് എക്സ്. അപ്പം ബി സി ഈസ് ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു എ ബി ആണ്. അപ്പോ എ ഡി ഈസ് ഈക്വൽ ടു എക്സ്, ബി ഡി ഈസ് ഈക്വൽ ടു എക്സ്. സോ എ ബി എന്തായിരിക്കും? എക്സ് പ്ലസ് എക്സ്, ദാറ്റ് ഈസ് 2x. സോ ഇത് 2x ആയിരിക്കും, ഇത് 2x ആയിരിക്കും. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ബി ഡി സി അല്ലെങ്കിൽ ബി സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ബേസ് ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. സി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് 2x² മൈനസ് x². നേരത്തെ സെയിം ഐഡന്റിറ്റി തന്നെ, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ റൂട്ട് ഓഫ് 2x പ്ലസ് x into 2x minus x, that is root of 3x into 2x minus x എന്താണ്? x, that is root of 3x into x എന്താണ്? x into x, x². പിന്നെ 3 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കണം. സോ 3x into x 3x². അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? 3യുടെയും റൂട്ട് എടുക്കണം, x²ന്റെ റൂട്ട് എടുക്കണം. 3യുടെ റൂട്ട് ഫസ്റ്റ് x²ന്റെ റൂട്ട് എടുക്കാം. x² റൂട്ട് x, 3യുടെയോ റൂട്ട്